ഇതെന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? നിങ്ങളെല്ലാവരും തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ചിക്കൻ മന്തി. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന, എന്നാലും ടേസ്റ്റിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത, നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മന്തി റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ചിക്കൻ മന്തിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുള്ളൂ. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മന്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നാൽ ഈ ഒരു വീഡിയോ കണ്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഏതായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ ഈ ഒരു വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ആൻഡ് ഫ്ലേവർ. ഹായ്, ഇറ്റ്സ് മീ സെഫീറ. 2 കപ്പ് ബസുമതി റൈസ് വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് മന്തി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. നല്ല ബസുമതി റൈസ് നമ്മൾ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇനി അത് നമുക്കൊരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതിനും വേണ്ടി ആദ്യം തന്നെ ഇത് ഒരു 3-4 വട്ടം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മളിത് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കാൻ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലുള്ള വെള്ളം മുഴുവൻ ഊറ്റി കളയണം. എന്നിട്ട് നമുക്കൊന്നെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടോ കുത്തി കൊടുക്കാം. ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇനി അതിലേക്ക് 2 പട്ട, 5 ഏലക്ക, 5 ഗ്രാമ്പു, 1 ഡ്രൈ ലെമൺ, പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി, അതായത് ആ മല്ലിൻ്റെ ഒരു കുരുണ്ടല്ലോ അത്. ഇനി 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ചെറുതാക്കി അരിഞ്ഞ ക്യാപ്സിക്കം ഒരു 1/2 കപ്പോളം, പിന്നെ അതിലേക്ക് ഗരം മസാല അല്ലെങ്കിൽ മന്തി മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മന്തി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല ആയാലും ഒരു കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് തന്നെ ഒരു 1/2 കപ്പോളം മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. ഇനി 3 പീസ് മാഗി ക്യൂബ് അഥവാ ചിക്കൻ സ്റ്റോക്ക് ചേർക്കാം. പിന്നെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ വീഡിയോൻ്റെ ഭംഗിക്ക് വേണ്ടി 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ നമുക്ക് ഒരു 1/2 കപ്പിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കുറഞ്ഞതൊരു 10-15 മിനിറ്റെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ചുരുങ്ങിയതൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ മാറ്റി വെക്കുക. അപ്പം ഞാനിവിടെ 15 മിനിറ്റിന് ശേഷം ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഞാനൊരു ഓവർനൈറ്റ് ഒന്നും വെക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇങ്ങനെ ചെയ്താലും ടേസ്റ്റിന് ഒരു കുറവില്ല. പക്ഷെ ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാവുക ഒരു ഓവർനൈറ്റ് വെക്കുമ്പോഴാണെന്ന് മാത്രം. ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു 4 മിനിറ്റ് നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം കാര്യങ്ങളൊന്നും ചേർക്കണ്ട. കാരണം ഈ ചിക്കനിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇതിലേക്ക് ഇറങ്ങും. അപ്പോൾ നമുക്കൊരു 4 മിനിറ്റ്, 4 അല്ലെങ്കിൽ മാക്സിമം പോയാൽ 5 മിനിറ്റ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇപ്പോഴത്തെ സ്റ്റവിൽ ആദ്യം തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ചെറിയ രീതിയിൽ തിള വന്ന് തുടങ്ങിയപ്പോൾ ഞാനിതിലേക്ക് അരിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ടീസ്പൂണോളം മതി. കാരണം ഞാനിവിടെ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് അതിലേക്ക് 3 മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ഉപ്പുണ്ടായ ഇതിൽ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഉപ്പ് ഇവിടെ കൂടുതലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ആകെ 1 ടീസ്പൂൺ മാത്രം ഇവിടെ അരിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പിട്ട് കൊടുത്ത് ഏകദേശം ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് വീണ്ടും ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് തരുമ്പോൾ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി നമ്മൾ നേരത്തെ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ള അരി വെള്ളം മുഴുവൻ ഊറ്റി കളഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ നമ്മുടെ ചിക്കൻ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാകും. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ ചിക്കനും നമ്മൾ തിരിച്ചിട്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ആ ഒരു സൈഡും നമുക്കൊരു 4 അല്ലെങ്കിൽ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ കാണും ഇപ്പം തന്നെ നമ്മുടെ ചിക്കൻ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു മറ്റേ സൈഡും കൂടി കുക്കായി വരുമ്പോൾ കുറച്ചും കൂടി വെള്ളം നമുക്ക് ഇറങ്ങും. പിന്നെ ഈ വെള്ളം നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഈ സമയം നമുക്ക് ദമ്മ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. അത് നമുക്ക് അവിടെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അതേതായാലും നമുക്ക് ഫസ്റ്റ് ഈ ഒരു ചിക്കൻ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ട് അതും ഒരു 4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
അപ്പം അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ 2 സൈഡും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ചിക്കനിലുള്ള വെള്ളം നമുക്കൊരു പകുതി ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ആ ഒരു പകുതി നമുക്ക് ദം ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. ചിക്കനിലുള്ള ഇത്ര വെള്ളം മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു ചിക്കനിൽ വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് ഫുള്ള് ഞാൻ അവിടെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ റൈസും ഒരു 90% കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 9 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് ഊറ്റിയിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരി മുഴുവനായിട്ടും ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്, 2 കപ്പ് ബസുമതി റൈസ്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം തന്നെ കുറച്ച് ചിക്കൻ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ നമ്മുടെ റൈസ് വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ചിക്കൻ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് ലെയർ അരി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ചിക്കനും കുറച്ച് റൈസും ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ സിംഗിൾ ലെയർ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് മുഴുവൻ ചേർത്തതിന് ശേഷം നമ്മൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനത്തെ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 1/2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറിലേക്ക് കുറേ വെള്ളം ചേർത്തിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയിലേക്കും കുറച്ച് വെള്ളം ചേർത്തിട്ട് അതാണ് ഈ ഒരു മഞ്ഞ കളറായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂവ് ഇങ്ങനെ ഒരു വെള്ളത്തിൽ ചേർത്തിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും ചേർക്കാം. എൻ്റെ അടുത്ത് റെഡ് ഫുഡ് കളർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനത് റെഡ് കളർ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മേലെ നമ്മളൊരു 2 3 പച്ചമുളക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുത്തി കൊടുക്കാം. പിന്നെ സ്മോക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്മോക്കും കൂടെ നമ്മൾ ഈ ഒരു ടൈം സെറ്റാക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് നമുക്കിങ്ങനെ ദം ചെയ്ത് വെക്കണം. പിന്നെ അതിനുശേഷം ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പം എന്താ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ അല്ലേ? ഇതേ മെത്തേഡ് നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിലും ട്രൈ ചെയ്യാം. സിമ്പിൾ തന്നെയാണ്. കുക്കറിൽ ട്രൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ചിക്കൻ ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് ഇതേപോലെ ദം ചെയ്യാം. ദം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്യാം. ഇതന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഫിലും ചെയ്യാം. ബീഫിൽ ചെയ്യുമ്പോൾ നമുക്ക് കുക്കിംഗ് ടൈം കൂടും. അപ്പോൾ ബീഫിൽ ചെയ്യുന്നത് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതായാലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോസ് നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഏതായാലും ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അടുത്ത വീഡിയോ വരുന്നവരിക്കും ടാറ്റാ ബൈ ബൈ. താങ്ക് യു.